ഹലോ, നമുക്കപ്പോൾ കോർഫക്കാൻ ബീച്ചിലൂടെ ഒരു നൈറ്റ് വാക്ക് പോയാലോ? അതാ നമ്മൾ ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് കോർഫക്കാൻ പോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആട്ടോ. നിറയെ ലൈറ്റുകൾ കാണാതെ ഫുൾ കോർഫക്കാൻ പോർട്ടാണ്. അതിലെ കൂടെ എല്ലാവരും നടക്കുകയാണ്. അവർ മുന്നേ പോയി, ഞാൻ പുറകെ ഇതെല്ലാം എന്താ പറയുക പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് പാഡൽ കോട്ടാണ്. ഇങ്ങനത്തെ നിരവധി കോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും കോർഫക്കാൻ ബീച്ച് നിറയെ. ഇവിടെ സാധാരണ ആൾക്കാരൊക്കെ കളിക്കാറുണ്ട്, ഇന്ന് ആരെയും കാണുന്നില്ല, തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് മുന്നിൽ നമുക്ക് നേരെ മേലെ ആ കോർഫക്കാൻ ടെറസ് അല്ലെങ്കിൽ കോർഫക്കാൻ്റെ എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കാണും. കോർഫക്കാനിലെ ഏറ്റവും ഹൈറ്റുള്ള പ്രദേശമാണ്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് നിറച്ച് ഇതുപോലെയുള്ള ഡസ്റ്റ്ബിൻ കാണാം, വേസ്റ്റ് ബിൻ. അത് കോർഫക്കാൻ്റെ മനോഹാരിത കൂട്ടാൻ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊന്നും വേസ്റ്റ് ഇടാതിരിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുക. ഇത്രയും നീറ്റായിട്ട് കിടക്കുവാണ് കോർഫക്കാൻ്റെ ഈ ബീച്ചെന്ന് ഫുൾ അവരിത് കോർഫക്കാൻ്റെ ഫ്ലാഗ് പോയിൻ്റാണ് കേട്ടോ. കോർഫക്കാൻ ബീച്ചിലുള്ള ഫ്ലാഗ് പോയിൻ്റാണ്. നമുക്ക് ഫ്ലാഗ് എന്ത് രസമായിട്ടാണ് ഈ കാറ്റത്ത് ഇങ്ങനെ ഇളകുന്നത്. ഇതുപോലെ ലൈറ്റുകൾ എല്ലായിടത്തും കോർഫക്കാൻ ബീച്ച് അവിടെ ഇവിടെയായിട്ട് ഇവർ ലൈറ്റുകളാൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രീസ് എല്ലാം ഇത് ഡേറ്റ്സ് ആണ്. ശരിക്കും അതിൻ്റെ താഴെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അവർ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നിൽ കൂടെ നടക്കുവാണ്. ഇതുപോലെയുള്ള ഫൗണ്ടൻസ് കോർഫക്കാൻ ബീച്ച് നിറയെ കാണാം കേട്ടോ. സാധാരണ കുട്ടികൾ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി കളിക്കുക. ഇത് തണുപ്പ് കൂടുതലായതുകൊണ്ട് ആരെയും തന്നെ കാണാനില്ല. പിന്നെ ഞങ്ങൾ 9:30 വോക്കിനാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ തീരെ കുറവാണ്. രാത്രി 9:30 ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലെ ഒത്തിരി ഇരിപ്പിടങ്ങളുണ്ട് കോർഫക്കാൻ ബീച്ച് നിറച്ച്. ഇവിടുത്തെ സെക്യൂരിറ്റീനെ കൂടാതെ ഇവിടുത്തെ പൂച്ച സെക്യൂരിറ്റി നമ്മളെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആരാണ് അവിടെ മിസ്റ്റേക്ക് കാണിക്കുന്നതെന്ന് നോക്കി പിടിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു പുള്ളി വാച്ച് ചെയ്യുന്നു. പോരെ ടവർ വാച്ചിങ് വരെ ഉണ്ട്. ഓക്കെ, ടവർ വാച്ചിങ്ങിൽ നീ എന്താ അവിടെ കാണിക്കുന്നത് എന്നോട് ചോദിക്കുന്നുണ്ട് പുള്ളി. അത് പിടിച്ചത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതാണ് കേട്ടോ ഞാൻ ക്യാച്ച് ചെയ്ത്. പിന്നെ ഇത് നിറച്ച് കടലാണ്. നമുക്കിങ്ങ് ദൂരെ നല്ല കോർഫക്കാൻ്റെ നമ്മുടെ വെള്ളച്ചാട്ടം കാണാം കേട്ടോ, വാട്ടർഫോൾ. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ. അത് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ നമ്മൾ ഒഴുകുന്ന പോലും കാണത്തില്ല. ഇതുപോലെ ടോയ്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കോർഫക്കാൻ ബീച്ച് നിറച്ച്. ഇവിടെ വരുന്ന ടൂറിസ്റ്റിൻ്റെ സൗകര്യപ്രദം എല്ലായിടത്തും ടോയ്ലറ്റും ഇടവഴിയിലെല്ലാം റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കോർഫക്കാൻ ബീച്ചിലൂടെ നടക്കുമ്പോൾ ടൗൺ വ്യൂ കാണാം. ടൗൺ വ്യൂവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് അവിടെ ചെറിയ പാർക്ക് കാണാം. അവിടെ ചെറിയ റൈഡ്സൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. ഇതാണ് രാത്രിയിലെ കോർഫക്കാൻ്റെ സിറ്റിയുടെ ഒരു ചെറിയ ഭാഗം, ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള സിറ്റിയുടെ ഭാഗം കേട്ടോ. അതിൽ പിന്നെ ഇതാ വീണ്ടും നമുക്ക് കാണാം പോർട്ടിൻ്റെ വ്യൂ. നല്ല രസമുണ്ട്. ഫ്ലാഗ് കാണാം, വാച്ചിങ് ഏരിയ കാണാം, ലൈറ്റ്സുകൾ കാണാം, നിറയെ ലൈറ്റ്സുകൾ കാണാം. നല്ല ഭംഗി, നല്ല വൈബാണ്. ഈ ടെമ്പറേച്ചറും ഇതിലെ കൂടെ നൈറ്റ് വ്യൂ, അതുപോലെ നൈറ്റിൽ വോക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ മനസ്സ് ശരീരം എല്ലാം നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ്. ആരെങ്കിലും നൈറ്റ് വോക്കിന് വന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ നൈറ്റ് വോക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കോർഫക്കാൻ ബീച്ചിലൂടെ തന്നെ നടക്കണം. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. നമുക്ക് കാറ്റത്ത് പിന്നെ ഡേറ്റ്സിൻ്റെ ഒക്കെ ഇലകളെ ഇളകുന്നുണ്ടോ, ഇളം കാറ്റുകളുണ്ട്, നിറയെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ ഇവിടെ എല്ലാം ലൈറ്റിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കണ്ടു കാണും, എങ്കിലും കണ്ടിട്ടില്ലാത്തവർക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നല്ല തണുപ്പല്ലേ, ഫില്ലി ടീന്നൊരു ടീ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫില്ലി ടീയിൽ ഞങ്ങൾ വന്നു. ഫില്ലി ടീയിൽ ഞങ്ങൾ എന്താ വേണ്ടതെന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ ജിഞ്ചർ ടീ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. ഹസ്ബൻഡ് ഓൾറെഡി ചെയ്തതാണ്. ഇവിടുത്തെ ടീയുടെ റേഞ്ചസൊക്കെയാണ് കേട്ടോ ഇത്. ഫില്ലി ടീ ഉണ്ട്, ജിഞ്ചർ ടീ ഉണ്ട്, മസാല ചായ ഉണ്ട്. അപ്പോൾ ഓരോന്നിന് മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് റേഞ്ചസ് മാറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. ഷിസ്വാൻ ഐറ്റംസ് ഉണ്ട്, അതുപോലെ റൈസ് ബൗളുണ്ട്. അതുകൂടാതെ നമ്മുടെ സമോസയൊക്കെ അവൈലബിൾ ആണ്, പഞ്ചാബി സമോസയൊക്കെ. അപ്പം ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് ജിഞ്ചർ ടീയും പഞ്ചാബി സമോസയും അതുപോലെ വടപാവ് കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു. സമോസയൊക്കെ നല്ല ക്രിസ്പി, വടപാവൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ 3 ജിഞ്ചർ ടീ ആണ് ഓർഡർ ചെയ്ത്. അത് ഹെവിയാണ് ശരിക്കും. അത് മീഡിയം സൈസാണ് ഓർഡർ ചെയ്തത്. അത് ശരിക്കും 2 ആൾക്ക് കുടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ സമൂസയൊക്കെ. ഹോട്ട് ആൻഡ് ക്രിസ്പി ആയിരുന്നു. സമൂസ മാത്രമല്ല, വടപാവ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് പുതിയ അറിവായിരുന്നു ഈ ഫില്ലി ടീൻ്റെ ഓണർ മലയാളിയായിരുന്നെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷം.